സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1-ൽ അനാലിസിസ് ഓഫ് DC ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ മെഷ് കറന്റ് മെത്തേഡാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മെഷ് കറന്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. മെഷ് കറന്റ് മെത്തേഡിനെ ലൂപ്പ് കറന്റ് മെത്തേഡ് എന്നും പറയും. മെഷ് എന്ന് വെച്ചാൽ എന്താണ്? ക്ലോസ് ലൂപ്പ് ഫോർ ദി ഫ്ലോ ഓഫ് കറണ്ട്, അതിനെ മെഷ് എന്ന് പറയാം. സോ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സർക്യൂട്ട് തന്നിരിക്കുവാണെങ്കിൽ ആ സർക്യൂട്ടിലുള്ള ഓരോ ലൂപ്പ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിലേക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയാണ്. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ യൂസ് ചെയ്ത് മെഷ് ഇക്വേഷൻസ് എഴുതി അതിൽ നിന്ന് ഓരോ കറണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് മെഷ് കറന്റ് മെത്തേഡ് ഉപയോഗിച്ച് കറണ്ട് കണ്ടുപിടിക്കുന്നതിനുള്ള സ്റ്റെപ്സ് നോക്കാം. ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് സർക്യൂട്ട് തന്നിട്ടുണ്ട്. സോ ഈ സർക്യൂട്ടിൽ നമ്മൾ ഓരോ റെസിസ്റ്റൻസും ജസ്റ്റ് ഒന്ന് നോക്കുക. R1, R2, R3, R4, R5, R6 6 റെസിസ്റ്റൻസസ് ആണ്. ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ മെഷ് കറന്റ് മെത്തേഡ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഐഡന്റിഫൈ ദി ടോട്ടൽ നമ്പർ ഓഫ് മെഷസ് ഇൻ ദ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ എത്ര ലൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ മെഷ് ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ 3 ലൂപ്പുകളാണുള്ളത്. ഇത് ലൂപ്പ് 1, ഇത് ലൂപ്പ് 2 ആൻഡ് ഇത് ലൂപ്പ് 3. ലൂപ്പ് അല്ലെങ്കിൽ മെഷ് എന്നും പറയും. സോ എത്ര മെഷ് ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? അസൈൻ മെഷ് കറണ്ട്സ് ടു ഈച്ച് മെഷ്. ഓരോ മെഷിലും മെഷ് കറണ്ട്സ് അസൈൻ ചെയ്യുക. 3 ലൂപ്പ് ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ലൂപ്പ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ I1 എന്നും, സെക്കൻഡ് ലൂപ്പ് വഴിയുള്ള കറണ്ടിനെ I2 എന്നും, തേർഡ് ലൂപ്പ് വഴിയുള്ള കറണ്ടിനെ I3 എന്നും നമുക്ക് അസൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറണ്ട് അസൈൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. എല്ലാ കറണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് എഴുതാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഡെവലപ്പ് ദി KVL ഇക്വേഷൻ ഇൻ ഈച്ച് മെഷ്. ഓരോ മെഷിനും KVL യൂസ് ചെയ്ത് മെഷ് ഇക്വേഷൻസ് എഴുതുക. അതായത് ഫസ്റ്റ് ലൂപ്പ് എടുക്കുക, KVL ഇക്വേഷൻസ് എഴുതുക. സെക്കൻഡ് ലൂപ്പ് എടുക്കുക, ആ ലൂപ്പിൻ്റെ KVL ഇക്വേഷൻസ് എഴുതുക. തേർഡ് ലൂപ്പ് എടുക്കുക, അതിൻ്റെ KVL ഇക്വേഷൻസ് എഴുതുക. എന്നിട്ട് 3 KVL ഇക്വേഷൻസും സോൾവ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ലൂപ്പ് വഴിയുള്ള കറണ്ടുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ ഇതാണ് മെഷ് കറന്റ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന സ്റ്റെപ്സ്. ഓക്കെ, നമുക്കൊരു സിമ്പിൾ സർക്യൂട്ട് നോക്കാം. ആ സർക്യൂട്ട് വെച്ചിട്ട് എങ്ങനെ കറണ്ട്സ് അല്ലെങ്കിൽ ആ സർക്യൂട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആൻഡ് നമുക്കിവിടെ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്ത് കറണ്ട് കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. സോ മെട്രിക്സ് മെത്തേഡ് ഓഫ് അനാലിസിസ് നമുക്കൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ സെയിം സർക്യൂട്ട് തന്നെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ സർക്യൂട്ട് സോൾവ് ചെയ്തിട്ട് നമുക്ക് I1, I2, I3 3 കറണ്ട്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്ത് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് മെട്രിക്സ് ഇൻറ്റു കറണ്ട് മെട്രിക്സ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് മെട്രിക്സ് എന്നുള്ള ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി മെട്രിക്സിന്റെ ഓർഡർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര ലൂപ്പുകൾ ഉണ്ട് എന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ 3 ലൂപ്പുകൾ ഉള്ളത് കൊണ്ട് 3x3 മെട്രിക്സ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. സപ്പോസ് ഇവിടെ 2 ലൂപ്പാണുള്ളതെങ്കിൽ 2x2 മെട്രിക്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. ആൻഡ് ഓരോ എലിമെന്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ഫോർമുല ഒന്ന് നോക്കിക്കേ. റെസിസ്റ്റൻസ് മെട്രിക്സിൽ വരുന്ന എലിമെന്റ്സ് എങ്ങനെയൊക്കെയാ? R11, R12, R13 ഫസ്റ്റ് റോയിലുള്ള എലിമെന്റ്സ്. സെക്കൻഡ് റോ എലിമെന്റ്സ് നോക്കിക്കേ. R21, R22, R23. തേർഡ് റോയിലുള്ളത് R31, R32, R33. ആൻഡ് കറന്റ് മെട്രിക്സിലുള്ളത് 3 ലൂപ്പ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട്സ് ആണ് I1, I2, I3. ആൻഡ് വോൾട്ടേജ് മെട്രിക്സിൽ V1, V2, V3. ഈ ഒരു രീതിയിലാണ് റിപ്രസെന്റ് ചെയ്യേണ്ടത്.
ഇനി ഓരോ റെസിസ്റ്റന്റ് എലിമെന്റ്സും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് R11 എന്താണെന്ന് നോക്കാം. R11 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ദി റെസിസ്റ്റൻസസ് ഇൻ ലൂപ്പ് 1. അപ്പൊ ലൂപ്പ് 1ൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ റെസിസ്റ്റൻസുകളും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് R11ന്റെ വാല്യൂ കിട്ടും. സോ നമുക്കിവിടെ ലൂപ്പ് 1 ഇതാണ്. ലൂപ്പ് 1 വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. സോ ലൂപ്പ് 1ലുള്ള റെസിസ്റ്റൻസസ് ഏതൊക്കെയാണ്? ലൂപ്പ് 1ലുള്ള റെസിസ്റ്റൻസസ് എന്ന് പറയുന്നത് R11 ഈസ് ഈക്വൽ ടു R1ഉം R2ഉം ആണ് ലൂപ്പ് 1ൽ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? R1 പ്ലസ് R2 അതാണ് ലൂപ്പ് 1ലുള്ള ലൂപ്പ് 1ൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസുകളുടെ സം. അപ്പോൾ ഫസ്റ്റ് എലിമെന്റ് R11 കിട്ടി. R11 ഈക്വൽ ടു R1 പ്ലസ് R2. ഇനി സെക്കൻഡ് എലിമെന്റ് എന്താ? R12. അപ്പോൾ 1 2 എന്ന് പറയുമ്പോൾ ലൂപ്പ് 1നും 2നും കോമൺ ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ് ആണ് R12 എന്ന് റിപ്രസെന്റ് ചെയ്യുന്നത്. സോ R12 നമുക്ക് ഇവിടെ നോക്കാം. ഈ സർക്യൂട്ടിൽ നിന്ന് R12ന്റെ വാല്യൂ നമുക്ക് എഴുതാം. R12 ഈക്വൽ ടു 1നും 2നും കോമൺ ആയിട്ടുള്ള ലൂപ്പ് 1നും 2നും കോമൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏതാ? R2 ആണ്. സോ നമ്മൾ R2 എന്ന് എഴുതി. വേറെ റെസിസ്റ്റൻസ് ഒന്നും 1നും 2നും കോമൺ ആയിട്ട് വരുന്നില്ല. സോ നമുക്ക് R12 ഈക്വൽ ടു R2 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ഈ R2 കോമൺ ആയിട്ട് വരുന്ന റെസിസ്റ്റൻസുകൾ എഴുതുമ്പോൾ അതിന്റെ സൈൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സൈൻ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നു എന്ന് വെച്ചാൽ കറന്റ് ഫ്ലോ ഡയറക്ഷൻസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും റെസിസ്റ്റൻസിന് സൈൻ നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. ഇപ്പൊ R2 നോക്കിക്കേ. R2 വഴി I1 എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്? ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ മേളിൽ നിന്ന് താഴോട്ടാണ് R2 വഴി I1 ഫ്ലോ ചെയ്യുന്നത്. അതേസമയം I2ന്റെ ഫ്ലോ നോക്കിക്കേ, താഴേന്ന് മുകളിലോട്ടാണ്. സോ R2 വഴി I1ഉം I2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ R2ന് മൈനസ് സൈൻ അസൈൻ ചെയ്ത് കൊടുക്കുക. സോ R12 നമുക്ക് എങ്ങനെ എഴുതാം? R12 ഈക്വൽ ടു മൈനസ് R2 ബിക്കോസ് എന്തുകൊണ്ട്? രണ്ട് കറണ്ടും R2 വഴി ഫ്ലോ ചെയ്യുന്ന രണ്ട് കറണ്ടുകളുടെ ഡയറക്ഷൻസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ സപ്പോസ് രണ്ട് കറണ്ടിന്റെയും ഡയറക്ഷൻ സെയിം ആണെന്ന് വിചാരിക്കുക. അതായത് I2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇങ്ങനെയാണ് I2ന്റെ ഫ്ലോ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ R2ന്റെ സൈൻ നമുക്ക് പ്ലസ് എന്ന് ഇട്ടുകൊടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഒരു കാര്യം കൂടെയുണ്ട്. R12 is equivalent to R21 ആണ്. R12 is equivalent to R21 ആണ്. നമുക്കടുത്ത് തേർഡ് എലിമെന്റ് നോക്കാം. തേർഡ് എലിമെന്റ് R13. R13 എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഓൾ ദി റെസിസ്റ്റൻസസ് കണക്റ്റഡ് ഇൻ ബിറ്റ്വീൻ ലൂപ്പ് 1 ആൻഡ് ലൂപ്പ് 3. ലൂപ്പ് 1നും ലൂപ്പ് 3നും ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസുകളുടെ സം, അതാണ് R13. ഇവിടെ നോക്കിക്കേ, ലൂപ്പ് 1നും 3ക്കും യാതൊരു റിലേഷനും ഇല്ല. സോ നമുക്ക് R13 can be taken as equal to 0. ഇവിടെ ഒരു റെസിസ്റ്റൻസും കോമൺ ആയിട്ടില്ല. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, R13 is equal to R31. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് റോ എലിമെന്റ്സ്. റെസിസ്റ്റൻസിന്റെ ഫസ്റ്റ് റോ എലിമെന്റ്സ് ഇതൊക്കെയാണ്. ഇനി സെക്കൻഡ് റോ എലിമെന്റ്സ് നോക്കാം. സെക്കൻഡ് റോയിൽ വരുന്ന ഫസ്റ്റ് എലിമെന്റ് എന്താ? R21. R21 നേരത്തെ പറഞ്ഞു, R21 ഈസ് ഈക്വലന്റ് ടു R12. സോ R21ന്റെ വാല്യൂ എന്തായിരിക്കും? മൈനസ് R2 തന്നെ ആയിരിക്കും. ഇനി മിഡിൽ എലിമെന്റ് നോക്കിക്കേ, R22. R22 എന്താണ്? സം ഓഫ് ഓൾ ദ റെസിസ്റ്റൻസസ് കണക്റ്റഡ് ഇൻ ലൂപ്പ് 2, അല്ലെങ്കിൽ സം ഓഫ് റെസിസ്റ്റൻസസ് ത്രൂ വിച്ച് ഈ കറണ്ട് I2 ഫ്ലോ ചെയ്യുന്ന എല്ലാ റെസിസ്റ്റൻസുകളുടെയും സം ആണ് R22 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് R22ന്റെ വാല്യൂ ഒന്ന് എഴുതി നോക്കാം. ഈ സർക്യൂട്ട് വെച്ചിട്ട് R22 എന്തായിരിക്കും? R22 ഈസ് ഈക്വൽ ടു, സെക്കൻഡ് ലൂപ്പിലുള്ള എല്ലാ റെസിസ്റ്റൻസും നോക്കിക്കേ, R2 പ്ലസ് R3 പ്ലസ്
R4. അപ്പോൾ അതാണ് R22. നെക്സ്റ്റ് വരുന്നത് R23. അടുത്ത എലിമെന്റ് R23 ആണ്. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്, R23 ഈസ് ഈക്വലന്റ് ടു R32. Okay, R23 is equivalent to R32. And R32 അല്ലെങ്കിൽ 23 എന്ന് പറഞ്ഞാൽ എന്താണ്? Sum of resistances connected in between loop 2 and loop 3. 2നും 3നും മിഡിലായിട്ട് വരുന്ന റെസിസ്റ്റൻസസ്, അല്ലെങ്കിൽ കറണ്ട് I2ഉം I3യും ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റൻസുകളുടെ സം, അതാണ് R23 എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയും നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻസ് നോക്കിയിട്ട് സെയിം ഡയറക്ഷൻസിലാണ് അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലാണ് ആ റെസിസ്റ്റൻസ് വഴി രണ്ട് കറണ്ടും ഫ്ലോ ചെയ്യുന്നുവെങ്കിൽ R23ന്റെ സൈൻ പോസിറ്റീവും, ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് I2ഉം I3യും ഫ്ലോ ചെയ്യുന്നുവെങ്കിൽ R2ന്റെ സൈൻ നെഗറ്റീവ് എന്നും എടുക്കണം. നമുക്കിവിടെ നോക്കാം. R23 means resistance in between loop 2 and loop 3. അപ്പോൾ loop 2നും 3നും നടുവിലുള്ള റെസിസ്റ്റൻസ് ഏതാ? R4 ആണ്. ഓക്കെ, അപ്പോൾ R4 എന്ന് എഴുതാം. R4. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്ന് നോക്കിക്കേ. I2 ക്ലോക്ക് വൈസിൽ, I3യും ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ R4 വഴി I2 മുകളിൽ നിന്ന് താഴോട്ടും ഇത് ഫ്ലോ ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ടുമാണ് I3യുടെ ഡയറക്ഷൻ വരുന്നത്. I2ഉം I3യും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. സോ R23 അല്ലെങ്കിൽ R32ന്റെ വാല്യൂ എന്ന് പറയുന്നത് -R4 ആണ്. ഒരു മൈനസ് സൈൻ അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് തേർഡ് റോയിന്റെ എലിമെന്റ്സ് നോക്കാം. R31 നമ്മൾ പറഞ്ഞു. R31 is equal to R13, that is sum of resistances connected in between loop 3 and loop 1, അല്ലെങ്കിൽ resistance through which current I3 and I1 flow. I3യും I1ഉം ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റൻസ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ അതാണ് R31. R32 ആണ് അടുത്ത എലിമെന്റ്. R32 ഈസ് ഈക്വൽ ടു R23. അതും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, -R4 ആണ്. ലാസ്റ്റ് എലിമെന്റ് എന്താ? R33 എന്ന് പറഞ്ഞാൽ I3 എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റൻസുകളുടെ സം, അതാണ് R33. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് ലൂപ്പിൽ വരുന്ന എല്ലാ റെസിസ്റ്റൻസുകളുടെയും സം. അപ്പൊ R33 നമുക്ക് എങ്ങനെ എഴുതാം? R33 ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം നമുക്ക്? R5 പ്ലസ് R6 പ്ലസ് R4. 4 റെസിസ്റ്റൻസ് ലൂപ്പ് 3യിലുണ്ട്. അപ്പോൾ നമുക്കതിനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ R4 പ്ലസ് R5 പ്ലസ് R6. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് മെട്രിക്സിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് വരുന്ന കറണ്ട് മെട്രിക്സ് ആണ്. I1, I2, I3 മൂന്നും അൺനോൺ ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ 3 കറണ്ടിന്റെ വാല്യൂസ് ആണ്. നെക്സ്റ്റ് വോൾട്ടേജ് മെട്രിക്സ് നോക്കിക്കേ. V1, V2, V3. V1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൂപ്പിൽ വരുന്ന എല്ലാ വോൾട്ടേജുകളുടെയും സം. ഓക്കെ, സം എന്ന് ഞാൻ പറയാൻ കാരണം നമുക്ക് അവിടെയും ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് നോക്കണം. എത്ര സോഴ്സ് ഉണ്ടെന്ന് നോക്കുക. അപ്പൊ ആ സോഴ്സ് വഴി കറണ്ട്, ആ ലൂപ്പിലുള്ള കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നതെന്ന് നോക്കുക. അതിനനുസരിച്ചായിരിക്കും ആ വോൾട്ടേജ് സോഴ്സിന്റെ സൈൻ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുക. V2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലൂപ്പിൽ കണക്ട് ചെയ്യപ്പെടുന്ന എല്ലാ വോൾട്ടേജ് സോഴ്സുകളുമാണ് V2 എന്ന് റീപ്രസെന്റ് ചെയ്യേണ്ടത്. V3 അതുപോലെ തേർഡ് ലൂപ്പിൽ വരുന്ന വോൾട്ടേജ് സോഴ്സ്, അതിനെയാണ് V3 എന്ന് പറഞ്ഞ് എടുക്കേണ്ടത്. അപ്പോൾ ഈ 3 വോൾട്ടേജുകളുടെയും സൈൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കറണ്ട് ഫ്ലോ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആദ്യം നമുക്ക് V1 നോക്കാം. V1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലൂപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജിനെയാണ് V1 എന്ന് എടുക്കേണ്ടത്. V1 വഴി കറണ്ട് ഫ്ലോ നോക്കിക്കേ. കറണ്ട് I1 എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്? നെഗറ്റീവ് ടെർമിനൽ, ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ. നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് V1ന്റെ സൈൻ നമുക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞ് എടുക്കാം. ഇനി സെക്കൻഡ് ലൂപ്പിൽ നോക്കിക്കേ. സെക്കൻഡ് ലൂപ്പിൽ വോൾട്ടേജ് സോഴ്സുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ V2ന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? അല്ലെങ്കിൽ V2ന് നമുക്ക് 0 എന്ന് ഇട്ട് കൊടുക്കാം. തേർഡ് ലൂപ്പ് നോക്കിക്കേ. തേർഡ് ലൂപ്പിൽ എത്ര വോൾട്ടേജ് സോഴ്സ് ഉണ്ട്? ഒരൊറ്റ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ, V3 ആണ്. ആൻഡ് അതിന് സൈനും കൂടെ നമുക്ക് അസൈൻ ചെയ്യണ്ടേ. സോ സൈൻ ഒന്ന് നോക്കിക്കേ. ഈ I3 എന്ന് പറയുന്ന കറണ്ട് ദാ ഇങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലോട്ടാണ്. സോ V3ക്ക് നമുക്കൊരു മൈനസ് സൈൻ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് റെസിസ്റ്റൻസ് എലിമെന്റ്സ്, വോൾട്ടേജ് എലിമെന്റ്സ് ഒക്കെ റീപ്രസെന്റ് ചെയ്യേണ്ടത്. ഇത്രയും വാല്യൂസ് നമ്മൾ
മെട്രിക്സ് ഫോമിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്തെന്താ ചെയ്യേണ്ടത്? അടുത്ത് നമ്മൾ റെസിസ്റ്റൻസ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ എടുക്കുന്നത്. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് R11, R12, R13. അപ്പോൾ അങ്ങനെ ആ റെസിസ്റ്റൻസിന്റെ മെട്രിക്സ് എലിമെന്റ്സ് എല്ലാം നമ്മൾ എഴുതിയിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ 1 ആണ്. ഡെൽറ്റ 1 എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളത്തിലുള്ള എല്ലാ എലിമെന്റ്സിനെയും മാറ്റിയിട്ട് വോൾട്ടേജ് മെട്രിക്സിലുള്ള എലിമെന്റ്സിനെ അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡെൽറ്റ 1 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഡെൽറ്റ 2 കണ്ടുപിടിക്കാം. ഡെൽറ്റ 2 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സെക്കൻഡ് കോളത്തിലുള്ള എല്ലാ റെസിസ്റ്റൻസ് എലിമെന്റ്സും മാറ്റി പകരം ഈ വോൾട്ടേജ് എലിമെന്റ്സിനെ അല്ലെങ്കിൽ വോൾട്ടേജ് വാല്യൂസിനെ സെക്കൻഡ് കോളത്തിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ ഡെൽറ്റ 2ന്റെ വാല്യൂ കിട്ടും. ഇനി ഡെൽറ്റ 3 നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ 3 എങ്ങനെയാ കിട്ടുക? തേർഡ് കോളത്തിലുള്ള എല്ലാ റെസിസ്റ്റൻസ് എലിമെന്റ്സും മാറ്റി പകരം എന്തിട്ട് കൊടുക്കണം? വോൾട്ടേജിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡെൽറ്റ 3 കിട്ടും. അപ്പോൾ ഡെൽറ്റയായി ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 മൂന്നിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നമ്മൾ ഓരോ കറണ്ടും കണ്ടുപിടിക്കാൻ പോവാണ്. I1 കണ്ടുപിടിക്കേണ്ട ഫോർമുല ഡെൽറ്റ 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. I2 എന്ന് പറയുന്നത് ഡെൽറ്റ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ആൻഡ് I3 എന്ന് പറയുന്നത് I3 ഈസ് ഈക്വൽ ടു ഡെൽറ്റ 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഈ ഒരു രീതിയിൽ 3 ലൂപ്പ് വഴിയുള്ള കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് മെട്രിക്സ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് എൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. So in the circuit shown, determine the mesh currents I1, I2, I3. ഇവിടെയും നമുക്ക് 3 ലൂപ്പുകളാണുള്ളത്. ഓരോ ലൂപ്പ് വഴിയുള്ള കറണ്ട് തന്നിട്ടുണ്ട്. I1 ഫസ്റ്റ് ലൂപ്പ് വഴിയുള്ള കറണ്ട്, I2 സെക്കൻഡ് ലൂപ്പ് വഴിയുള്ള കറണ്ട്, I3 തേർഡ് ലൂപ്പ് വഴിയുള്ള കറണ്ട്. ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുമ്പോൾ ABCDEA ഇതാണ് ഫസ്റ്റ് ലൂപ്പ്. സെക്കൻഡ് ലൂപ്പ് CFGDC ഇത് സെക്കൻഡ് ലൂപ്പ്. തേർഡ് ലൂപ്പ് DGHED ഇതാണ് തേർഡ് ലൂപ്പ്. ഓക്കെ, ഇനി ഡയറക്ട്ലി തന്നെ നമുക്ക് മെട്രിക്സ് ഫോമിലോട്ട് ഇക്വേഷൻസ് മെട്രിക്സ് ഫോമിലോട്ട് നമുക്ക് എഴുതാം. ഡയറക്ട്ലി തന്നെ മെട്രിക്സ് ഫോമിൽ എഴുതാം. ആൻഡ് ഈ ഒരു റൂളിന് പറയുന്ന പേര് ക്രാമേഴ്സ് റൂളാണ്. മെട്രിക്സ് ഫോമിൽ എഴുതി സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഇതിന് ക്രാമേഴ്സ് റൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെട്രിക്സ് ഫോമിൽ ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ ആദ്യം വരുന്ന റെസിസ്റ്റൻസ് മെട്രിക്സ് ഇൻറ്റു കറണ്ട് മെട്രിക്സ് ഈക്വൽ ടു വോൾട്ടേജ് മെട്രിക്സ്. ആ ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലിമെന്റ് എന്താ? R11. നേരത്തെ നമ്മൾ പറഞ്ഞു R11. അതിന് മുന്നേ 3 ലൂപ്പ് ഉണ്ട്. സോ ഓർഡർ ഓഫ് ദ മെട്രിക്സ് 3x3 തന്നെയാണ്. ഈ കേസിൽ 3x3 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് നമുക്കിനി നോക്കാം. ഫസ്റ്റ് എലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഓൾ ദ റെസിസ്റ്റൻസസ് കണക്റ്റഡ് ഇൻ ലൂപ്പ് 1 ആണ് R11 ഫസ്റ്റ് എലിമെന്റ്. അപ്പോൾ ഫസ്റ്റ് എലിമെന്റ് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിക്കേ. ഇതാണ് ഫസ്റ്റ് ലൂപ്പ്. ഫസ്റ്റ് ലൂപ്പിലുള്ള എല്ലാ എലിമെന്റ്സും നോക്കിക്കേ. 2ഉം 1ഉം 2 റെസിസ്റ്റൻസ് ആണ് ഫസ്റ്റ് ലൂപ്പിൽ വരുന്നത്. സോ ഫസ്റ്റ് ലൂപ്പിൽ വരുന്ന റെസിസ്റ്റൻസ് 2+1. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വരുന്നത് എന്താണ്? R12 എന്ന് പറഞ്ഞാൽ സം ഓഫ് റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ലൂപ്പ് 1 ആൻഡ് ലൂപ്പ് 2. ഇത് ലൂപ്പ് 1, ഇത് ലൂപ്പ് 2. ലൂപ്പ് 1നും 2നും കോമൺ ആയിട്ട് വരുന്നത് 1 ohm ആണ്. 1 ohm എഴുതും മുമ്പേ അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കുക. I1 മുകളിൽ നിന്ന് താഴോട്ടും I2 താഴെ നിന്ന് മുകളിലോട്ടുമാണ് ഫ്ലോ ചെയ്യുന്നത്. സോ 1ന് മൈനസ് ഇട്ട് കൊടുക്കുക. -1 ആണ് R12 ഈക്വൽ ടു R21 ആയതുകൊണ്ട് അപ്പം തന്നെ നമുക്ക് R21ന്റെ വാല്യൂ എഴുതാം. നെക്സ്റ്റ് വരുന്നത് എന്താ? R13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൂപ്പിനും തേർഡ് ലൂപ്പിനും കോമൺ ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ലൂപ്പിനും തേർഡ് ലൂപ്പിനും കോമൺ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് വരുന്നു. 2 ohm ആണ് ആ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് വാല്യൂ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ അതുവഴിയുള്ള കറണ്ട് ഫ്ലോ ഡയറക്ഷൻസ് നോക്കുക. I1 എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? താഴോട്ട്, മേളിൽ നിന്ന് താഴോട്ടാണ് I1 ഫ്ലോ ചെയ്യുന്നത്. I3 ആണെങ്കിലോ താഴെ നിന്ന് മുകളിലോട്ട്. അപ്പോൾ 2നുള്ള സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് സൈൻ ആണ് 2ന് ഇട്ട് കൊടുക്കേണ്ടത്.
ഓക്കെ, അപ്പോൾ R13 ആയി. R13 ഈസ് ഈക്വൽ ടു എന്താ? R31. സോ R31ൻ്റെ സ്ഥാനത്ത് നമുക്ക് -2 ഇട്ട് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് റോയിൽ നോക്കുമ്പോൾ R21 ഉണ്ട്. R22 എന്താ? സെക്കൻഡ് ലൂപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസുകളുടെ സം, അല്ലെങ്കിൽ I2 മാത്രം ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റൻസുകളുടെ സം. I2 മാത്രമല്ല, I2 കറണ്ട് ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റൻസുകളുടെ സം. സോ ആ സെക്കൻഡ് ലൂപ്പ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ലൂപ്പിൽ 2 ഓം ഉണ്ട്, 3 ഓം ഉണ്ട്, 1 ഓം ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് എലിമെന്റ് R22 എങ്ങനെ എഴുതാം? 1 + 2 + 3. അപ്പോൾ 3 + 2 5 + 1 6 ഓം നമുക്ക് കിട്ടും. ആൻഡ് ലാസ്റ്റ് എന്താ? R23. 23 എന്ന് പറയുമ്പോൾ 2നും 3നും കോമൺ ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ് ഇവിടെ ഏതാ? 3 ഓം ആണ്. 3 ഓം വഴിയുള്ള കറണ്ട് നോക്കിക്കേ, I2 ഫ്ലോ ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്, അതേസമയം I3 ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. വീണ്ടും ഈ രണ്ടിൻ്റെയും ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്. സോ നമുക്കിവിടെ -3 എന്നിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ R23 is equal to R32. അപ്പോൾ ഇവിടെയും 3 വരും, -3 വരും. സെയിം വാല്യൂ തന്നെ ഇവിടെയും വരും. ലാസ്റ്റ് എലിമെന്റ് എന്താ? R33. R33 എന്ന് പറയുന്നത് എന്താ? സം ഓഫ് ഓൾ ദ റെസിസ്റ്റൻസസ് കണക്റ്റഡ് ഇൻ ലൂപ്പ് 3. അപ്പോൾ ലൂപ്പ് 3യിലുള്ള റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? 3 ഓം, 1 ഓം, 2 ഓം. അപ്പോൾ 3 + 1 + 2 വീണ്ടും 6 ഓം ആണ്. ആ 6 ആണ് ദാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് മാട്രിക്സ് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മാട്രിക്സ് കിട്ടും. ഇൻറ്റു I1, I2, I3 ഇത് മൂന്നും അൺനോൺ ആണ്. ഇനി നേരെ നമുക്ക് വോൾട്ടേജ് V1, V2, V3 നോക്കാം. V1 എന്ന് പറഞ്ഞാൽ എന്താ? V1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൂപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ വോൾട്ടേജ് സോഴ്സും കമ്പൈൻ ചെയ്തിട്ടാണ് V1 എന്ന് നമ്മൾ റീപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ V1ന് സൈനും കൂടെ അസൈൻ ചെയ്യണ്ടേ? അപ്പോൾ ഓരോ സോഴ്സ് വഴി കറണ്ട് ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് V1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ലൂപ്പിൽ 2 വോൾട്ടേജ് സോഴ്സസ് ഉണ്ട്. കണ്ടോ? 7 വോൾട്ടും 6 വോൾട്ടും. 7 വോൾട്ട് വഴി കറണ്ട് ഫ്ലോ എങ്ങനെയാ നോക്കിക്കേ? I1 ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ടാണ് ഈ ഒരു സോഴ്സ് വഴിയുള്ള കറണ്ട് ഫ്ലോ. സോ നമുക്ക് 7 വോൾട്ടിനെ +7 എന്ന് തന്നെ എടുക്കാം. ഇനി 6 വോൾട്ട് നോക്കിക്കേ, അതുവഴി കറണ്ട് ഫ്ലോ നോക്ക്. I1 എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്? മുകളിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. അതായത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലോട്ടാണ്. സോ 6 വോൾട്ടിന്റെ സൈൻ എന്താ? 6 വോൾട്ടിന് മൈനസ് സൈൻ അസൈൻ ചെയ്യുക. V1 = 7 - 6 = 1 വോൾട്ട്. ആ 1 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി V2 എന്താ? സെക്കൻഡ് ലൂപ്പിലുള്ള സോഴ്സസ് നോക്കിക്കേ. സെക്കൻഡ് ലൂപ്പിൽ ഒരു സോഴ്സും ഇല്ല. സോ V2ന്റെ വാല്യൂ എന്താ? V2 ഒന്നുമില്ല, V2 0 ആണ്. ഇനി V3 എന്താ? തേർഡ് ലൂപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന സോഴ്സ്. അപ്പൊ തേർഡ് ലൂപ്പിൽ നോക്കിക്കേ, ഒരൊറ്റ സോഴ്സേ ഉള്ളൂ, 2 ഓം. 2 ഓം അല്ല, സോറി 6 വോൾട്ട് വോൾട്ടേജ് അല്ലേ. അപ്പോൾ തേർഡ് ലൂപ്പിൽ ഒരൊറ്റ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ, 6 വോൾട്ട്. ആൻഡ് അതുവഴിയുള്ള കറണ്ട് I3 എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത് നോക്കിക്കേ. I3 ഇതാ ഇങ്ങനെ പോകുമ്പോൾ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ട്. സോ V3ന് +6 വോൾട്ട് എന്ന് ഇടാം. സോ 106 ആണ് വോൾട്ടേജ് മെട്രിക്സ്. ഇതാണ് നമ്മുടെ മെട്രിക്സ് ഇക്വേഷൻ. റെസിസ്റ്റൻസ് മെട്രിക്സ്, കറണ്ട് മെട്രിക്സ് ആൻഡ് വോൾട്ടേജ് മെട്രിക്സ്. ആൻഡ് ഈ മെട്രിക്സ് ഇക്വേഷനിൽ നിന്ന് മെഷ് ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണ്? ഈ മെട്രിക്സും ഈ മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, നമ്മുടെ കോമൺ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ? ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതണം? ഫസ്റ്റ് റോ ഇൻറ്റു ഈ കോളം. അപ്പോൾ 3 × I1 - 1 × I2 - 2 × I3 = 1. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ലൂപ്പിന്റെ ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? സെക്കൻഡ് ലൂപ്പ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? -1 × I1 +6 × I2 - 3 × I3 = 0. ഇതാണ് സെക്കൻഡ് ലൂപ്പിന്റെ മെഷ് ഇക്വേഷൻ. തേർഡ് ലൂപ്പിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? -2 × I1 - 3 × I2
പ്ലസ് 6 ഇൻറ്റു I3 ഈക്വൽ ടു 6. ഇതാണ് തേർഡ് ലൂപ്പിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷനായിട്ട് എഴുതാൻ ചോദിക്കുവാണെങ്കിൽ മെട്രിക്സ് ഫോം ആദ്യം എഴുതുക, എന്നിട്ട് ഇക്വേഷനിലോട്ട് എടുത്തെഴുതാൻ ഈസി ആയിരിക്കും. നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഈ റെസിസ്റ്റൻസ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ ഡെൽറ്റ എന്ന റീപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡെൽറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഈ വാല്യൂ. ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം ഫസ്റ്റ് എലിമെന്റ് എടുക്കുക 3, എന്നിട്ട് ഈ കോളവും ഈ റോയും മാറ്റി വെച്ചിട്ട് ബാക്കി എലിമെന്റ്സിനെ എടുക്കണം. ബാക്കി എലിമെന്റ്സ് എങ്ങനെ എടുക്കും? നമ്മൾ 3 പുറത്തെടുത്തു. 6 ഇൻറ്റു 6 മൈനസ് -3 ഇൻറ്റു -3. അതാണ് ഇവിടെ വരുന്നത്. 6 ഇൻറ്റു 6 മൈനസ് ഓഫ് -3 ഇൻറ്റു -3. അത് ഫസ്റ്റ് വാല്യൂ. നെക്സ്റ്റ് ആക്ച്വലി ചെയ്യേണ്ടത് മൈനസ് ആണ്, പക്ഷേ മൈനസ് ഓഫ് -1 വരും. അപ്പോൾ മൈനസ് ഓഫ് -1 +1 വന്നു. അപ്പോൾ +1 ഇൻറ്റു നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ എലിമെന്റ് എടുക്കുമ്പോൾ ഈ കോളവും ഈ റോയും മാറ്റുക, ബാക്കി എലിമെന്റ്സിന്റെ പ്രോഡക്റ്റ്. -1 ഇൻറ്റു 6 മൈനസ് -2 ഇൻറ്റു -3. ആൻഡ് ലാസ്റ്റ് ഏതാ? ലാസ്റ്റ് -2 ആണ്. അപ്പം -2 അതുപോലെ തന്നെ മിഡിൽ എലിമെന്റിൽ മാത്രമേ മൈനസ് വരുള്ളൂ, ലാസ്റ്റ് എലിമെന്റ് മൈനസ് ആണ്. സെയിം വാല്യൂ തന്നെ ഇടുക. -2 ഇൻറ്റു, അപ്പോൾ ഈ കോളവും ഈ റോയും മാസ്ക് ചെയ്യുക. -1 ഇൻറ്റു -3 -6 ഇൻറ്റു -6 ഇൻറ്റു -2. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ കിട്ടും. നെക്സ്റ്റ് എന്താ വേണ്ടേ? ഡെൽറ്റ 1 കണ്ടുപിടിക്കണം. കാരണം I1ന്റെ ഫോർമുല എന്താ? I1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ആൻഡ് ഈ ഡെൽറ്റ 1 എങ്ങനെയാണ് കിട്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഡെൽറ്റയുടെ മാട്രിക്സ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മാട്രിക്സിന്റെ ഫസ്റ്റ് കോളം മൊത്തം മാറ്റി പകരം എന്തിട്ട് കൊടുക്കണം? വോൾട്ടേജിന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. വോൾട്ടേജ് മെട്രിക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. അതായത് 3 -1 -2ന് പകരം 106. കണ്ടോ? 106 ഇടുക. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഡെൽറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ I1 കിട്ടും. അതുപോലെ തന്നെ I2ന് മിഡിൽ കോളത്തിലുള്ള എലിമെന്റ്സിനെ മാറ്റി പകരം എന്തിട്ട് കൊടുക്കണം? പകരം ഈ വോൾട്ടേജിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. വോൾട്ടേജിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ ചെയ്യുമ്പോൾ I2 കിട്ടും. സിമിലർലി I3 എങ്ങനെ കിട്ടും? തേർഡ് കോളത്തിലുള്ള എലിമെന്റ്സിനെ മാറ്റി പകരം വോൾട്ടേജിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക, അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ചെയ്യുമ്പോൾ നമുക്ക് I3 കിട്ടും. അങ്ങനെ 3 ലൂപ്പ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടുകൾ നമുക്ക് കിട്ടും. ഇനി ഇതിൽ തന്നെ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഒരു മെത്തേഡാണ്. ഇനി ചിലപ്പോൾ പവർ കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് വഴിയുള്ള അല്ലെങ്കിൽ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ പവർ ഡിസിപ്പേറ്റഡ് ഇൻ 2 ohm റെസിസ്റ്റൻസ് ചോദിക്കാം. പവർ ഡിസിപ്പേറ്റഡ് ഇൻ 2 ohm റെസിസ്റ്റൻസ് ചോദിച്ചാൽ എങ്ങനെ ചെയ്യാം? പവറിന്റെ ഫോർമുല എന്താ? പവർ ഈസ് ഈക്വൽ ടു I² ഇൻറ്റു R അല്ലേ? I² ഇൻറ്റു R. പവർ ഡിസിപ്പേറ്റഡ് ഇൻ 2 ohm റെസിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ഈ 2 ohm റെസിസ്റ്റൻസ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണെന്ന് നോക്കുക, I2. അപ്പൊ I2² ഇൻറ്റു ആറിന് പകരം എന്തിട്ട് കൊടുക്കുക? 2 ohm വഴിയുള്ള കറണ്ട് അല്ലേ, പവർ അല്ലേ വേണ്ടത്? അപ്പൊ R2ന് പകരം 2 ഇട്ട് കൊടുക്കുക. I2 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. I2 ഈക്വൽ ടു 2 ആംപിയർ ആണ്. സോ I2² എന്ന് പറയുമ്പോൾ 2² ഇൻറ്റു 2. അപ്പോൾ 4 ഇൻറ്റു 2 8 വാട്ടാണ് പവർ ത്രൂ 2 ohm റെസിസ്റ്റൻസ്. ഇപ്പോൾ പവർ ഡിസിപ്പേറ്റഡ് അക്രോസ് 1 ohm റെസിസ്റ്റർ ചോദിച്ചാൽ 1 ohm റെസിസ്റ്റർ വഴിയുള്ള കറണ്ട് ഏതാ? 2 കറണ്ട് 1 ohm വഴി ഫ്ലോ ചെയ്യുന്നുണ്ട്, 1ഉം 2ഉം, I1ഉം I2ഉം. അപ്പോൾ നമുക്ക് ഈ 2 കറണ്ടിന്റെയും ഡിഫറൻസ് നമുക്ക് എടുക്കാം ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ. കറണ്ട് ഏത് ഫ്ലോയിലാണോ ഏത് ഡയറക്ഷനിലാണോ ഫ്ലോ ചെയ്യുന്നത് അതിനനുസരിച്ച് 2 കറണ്ടിന്റെയും ഡിഫറൻസ് ആണ് ഈ കേസിൽ എടുക്കേണ്ടത്. കാരണം I1 ഫ്ലോ ചെയ്യുന്ന മുകളിൽ നിന്ന് താഴോട്ടും I2 ഫ്ലോ ചെയ്യുന്ന താഴെ നിന്ന് മേളിലോട്ടുമാണ്. അപ്പൊ I1 പവർ ഡിസിപ്പേറ്റഡ് ത്രൂ 1 ohm റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ I1 ആൻഡ് I2. അപ്പൊ I1 ഡിഫറൻസ് I2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു R ആണ്. ആറിന് പകരം ഇവിടെ 1 ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഈ കേസിൽ I1 ആണ് വലുത്, I2 ചെറുതാണ്. അപ്പൊ 3 - 2 ഇൻറ്റു 1 വാട്ട് ആയിരിക്കും 1 ohm വഴി ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ. ഈ ഒരു രീതിയിൽ പവറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിറ്റർമിൻ ദ മെഷ് കറൻസ് ഇൻ ദ നെറ്റ്വർക്ക് ഷോൺ. ആൻഡ് ഇവിടെ മൂന്നാമത്തെ
മെഷ് വഴിയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എഴുതുന്ന റെസിസ്റ്റൻസിന്റെ ഇക്വേഷന് വ്യത്യാസം വരും. അപ്പം ഈ കേസിൽ നോക്കിക്കേ, R11 എന്താണ്? R11 5+3. ഓക്കെ, R12 എന്താണ്? R12 എന്ന് പറയുമ്പോൾ സം ഓഫ് റെസിസ്റ്റൻസസ് കണക്റ്റഡ് ബിറ്റ്വീൻ 1 and 2 ആണ്. 1 and 2 നടുവിൽ വരുന്ന 3 ഓം. കറണ്ട് നോക്കുമ്പോൾ I1 താഴോട്ടും I2 മേളിലോട്ടും വരുന്നത്. സോ -3 ഇടാം. ആൻഡ് ലാസ്റ്റ് R13, 1നും 3നും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. സോ R13 0, R13ഉം R31ഉം 0, R12ഉം R21ഉം -3 ആണ്. നെക്സ്റ്റ് R22 എന്ന് പറയുന്നത് 3 + 4 + 2 ആണ്. ഈ സെക്കൻഡ് ലൂപ്പിൽ വരുന്ന എല്ലാ റെസിസ്റ്റൻസുകളുടെയും സം. ആൻഡ് ലാസ്റ്റ് R23 നോക്കിക്കേ, 2നും 3നും മിഡിൽ വരുന്ന റെസിസ്റ്റൻസ് 2 ഓം ആണ്. ഇവിടെ നോക്കിക്കേ, I2 ഈ ഡയറക്ഷനിലും I3യും താഴോട്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ രണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ സെയിം ആണ്. സോ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സൈൻ ഒന്ന് നോക്കിക്കേ, +2 എന്നാണ് സൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ R23യും R32ഉം സെയിം ആണ്. അപ്പൊ രണ്ടും സെയിം വാല്യൂ ഇടുക. നെക്സ്റ്റ് എന്താ? R33 തേർഡ് ലൂപ്പിലുള്ളത് 8 + 2 10 ഓം ആണ്. ഇൻറ്റു I1 I2 I3 ഈക്വൽ ടു V1 V2 V3. ഇവിടെ V1 എങ്ങനെ കിട്ടും? V1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലൂപ്പിൽ 10 വോൾട്ടും 5 വോൾട്ടും ഉണ്ട്. 10 വോൾട്ട് വഴി I1 ഈ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവും, 5 വോൾട്ട് വഴി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ 10 - 5 വോൾട്ട് ആണ് V1. കണ്ടോ, 10 - 5 ആണ് V1. ഇനി V2 നോക്കിക്കേ, സെക്കൻഡ് ലൂപ്പിലും രണ്ട് വോൾട്ടേജ് സോഴ്സസ് ഉണ്ട്, 5 വോൾട്ടും 5 വോൾട്ടും. ഈ 5 വോൾട്ട് വഴി I2 ഫ്ലോ ചെയ്യുന്നത് താഴേന്ന് മേളിലോട്ട്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവ്. ഇവിടെ വരുമ്പം നെഗറ്റീവ് നിന്ന് പോസിറ്റീവ്. സോ 5 + 5 ആണ് V2ന്റെ വാല്യൂ വരുന്നത്. ഇനി V3 എടുത്ത് നോക്കിക്കേ. V3 എന്ന് പറയുമ്പോൾ തേർഡ് ലൂപ്പിൽ 5 വോൾട്ടും ഉണ്ട് 30 വോൾട്ടും ഉണ്ട്. കറണ്ട് ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം 30 വോൾട്ട് വഴി നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ്. ഇത് കറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും 5 വോൾട്ട് വഴിയും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആണ്. സോ 30 + 5 ആണ് V3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മെട്രിക്സ് ഇക്വേഷൻ എഴുതി. റെസിസ്റ്റൻസ് മെട്രിക്സിനെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുക. ആഡ് ഓർ സബ്ട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എന്നിട്ട് ഡെൽറ്റ കണ്ടുപിടിക്കുക, Δ1 കണ്ടുപിടിക്കുക, Δ2 കണ്ടുപിടിക്കുക, Δ3 കണ്ടുപിടിക്കുക. നെക്സ്റ്റ് I1 I2 I3. I1 എന്ന് പറയുന്ന Δ1/Δ, I2 എന്ന് പറയുന്ന Δ2/Δ, ആൻഡ് I3 = Δ3/Δ. ഈ ഒരു രീതിയിലാണ് മെഷ് അനാലിസിസ് യൂസ് ചെയ്ത് ഓരോ ലൂപ്പ് വഴിയുള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ.